ഗുരുവിനും ഗുരുപരമ്പരയ്ക്കും പ്രണാമം. ഈ സെമിനാറിൻ്റെ മോഡറേറ്ററായ ആദരണീയനായ എസ് രാധാകൃഷ്ണൻ സർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം. എൻ്റെ പ്രബന്ധ വിഷയം ശൈവ സിദ്ധാന്ത ദർശനം തേവാര പതികങ്ങളിൽ എന്നതാണ്. സാറ് പറഞ്ഞതിൽ നിന്നും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, അതിവിശാലമായ ഒരു വിഷയമാണിത്. ആ വിഷയത്തിൻ്റെ വിപുലതയിൽ നിന്നും എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നും ഞാൻ ശേഖരിച്ചിരിക്കുന്ന വിവരങ്ങളാണ് ഏവർക്കുമായി പങ്കുവയ്ക്കുന്നത്. ഇത് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് 4 ഘട്ടങ്ങളിലായാണ്. ശൈവ സിദ്ധാന്തം, തേവാര പതികങ്ങൾ, ശൈവ സിദ്ധാന്തം തേവാര പതികങ്ങളിൽ കൂടാതെ റഫറൻസും. ശൈവ സിദ്ധാന്തം ദക്ഷിണ ഭാരതത്തിൽ ഏറെ പ്രചാരമുള്ള ഒരു മതമാണ് ശൈവമതം. ശൈവ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ വേദകാലത്തിനു മുമ്പ് തുടങ്ങിയതാണ്. പലതരത്തിലുള്ള ശൈവ സമ്പ്രദായങ്ങളുണ്ട്. കാശ്മീരി ശൈവിസം, സിദ്ധാന്ത ശൈവിസം, വീരശൈവിസം, പാശുപത ശൈവിസം, അങ്ങനെ അനേകം ശൈവ സമ്പ്രദായങ്ങൾ നിലവിലുണ്ട്. ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം ലോകത്തിലെ സൃഷ്ടിസ്ഥിതി സംഹാര തിരോധാന അനുഗ്രഹങ്ങളുടെ എല്ലാം മൂർത്തിഭാവമായ പൊരുളാണ്, ഏക സത്യമാണ്. ഈ തത്വം തന്നെയാണ് ശങ്കരാചാര്യരുടെ ബ്രഹ്മമുരാരി സുരാർച്ചിത ലിംഗം എന്ന വരികളും ഗുരുവിൻ്റെ ചിദംബരാഷ്ടകം എന്ന കൃതിയും. ശൈവ സിദ്ധാന്തം പല രീതിയിലാണെന്ന് പിൽക്കാലത്ത് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ എല്ലാം എസൻസ് അല്ലെങ്കിൽ മൂലസത്യം എന്താണെന്ന് അവതരിപ്പിക്കുന്ന കൃതിയാണ് ഗുരുവിൻ്റെ തേവാര പതികങ്ങൾ. ഈ 5 പതികങ്ങളിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ശൈവ കാശ്മീരി വീര സിദ്ധാന്തങ്ങളുടെയൊക്കെ മൂലസത്ത നമുക്ക് ഇതിൽ കാണാനാവും. അതായത് അതിൻ്റെയൊക്കെ മൂലസത്യങ്ങളെയാണ് ഗുരു തേവാര പതികങ്ങളിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് ശിവശതകത്തിലും സദാശിവ ദർശനത്തിലും ഗുരു പറഞ്ഞിട്ടുള്ളത്. തിരുമൂലർ രചിച്ച തിരുമന്ത്രം ശൈവ സിദ്ധാന്തത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ആഗമ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. ഇത് തമിഴ് 3000 എന്ന പേരിലും അറിയുന്നു. തേവാര പതികങ്ങൾ ശൈവ സമ്പ്രദായത്തിലെ 12 തിരുമുറകളിൽ പെട്ടതാണ്. അടുത്ത ഘട്ടം തേവാര പതികങ്ങൾ. തേവാരം എന്നത് ഈശ്വര സേവ, കീർത്തനം, ജപം എന്നിങ്ങനെയുള്ളവയ്ക്ക് പൊതുവായുള്ള പേരാണ്. തിരിജ്ഞാന സമ്പന്നർ, തിരിജ്ഞാന സമ്പന്നർ, സുന്ദരർ, അപ്പർ എന്നീ തമിഴ് സിദ്ധന്മാർ ശിവനെ സ്തുതിച്ചുകൊണ്ട് പാടിയിട്ടുള്ള പാടലുകളാണ് തേവാരം എന്ന് അറിയപ്പെടുന്നത്. അതേ ശൈലിയിൽ തന്നെ നാരായണ ഗുരു രചിച്ച സ്തോത്രങ്ങളാണ് തേവാര പതികങ്ങൾ. 1887 ഇതിന്റെ രചന. നായന്മാരുടെ തേവാര പാട്ടുകളോട് കിടപിടിക്കുന്ന രീതിയിൽ സാഹിത്യത്തിലെ ആത്മാവും ഭക്തിയും മലയാളത്തിൽ പുനഃസൃഷ്ടിക്കാൻ ഗുരുവിന്റെ തേവാര പതികങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഗുരുവിന്റെ തേവാര പതികങ്ങളിൽ ആദ്യത്തെ പതികമായ നായനാർ പതികം. ശിവയോഗികളെയാണ് നായനാർമാർ എന്ന് പറയുന്നത്. നായന്മാരെന്നും ആഴ്വാർമാരുമെന്നുള്ള 2 വിഭാഗങ്ങൾ തമിഴകത്തുണ്ടെങ്കിലും 64 നായന്മാർ എന്ന് പറയുന്നത് പ്രസിദ്ധമാണ്. അഗസ്ത്യരിൽ നിന്നും തുടങ്ങുന്ന ഈ ശിവയോഗികളെല്ലാം തന്നെ അദ്വൈതികളായിരുന്നു. പല കാലങ്ങളിൽ പല ആചാര്യന്മാർ പല രീതിയിൽ പറഞ്ഞതിൻ്റെ എല്ലാം മൂലസത്യങ്ങളെയാണ് ഗുരുവിന്റെ തേവാര പതികത്തിലൂടെ വ്യക്തമാക്കുന്നത്.
പല ആചാര്യന്മാർ പല കാലങ്ങളിൽ പല രീതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഗുരു തേവാരപദ്യങ്ങളിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് എല്ലാത്തിൻ്റെയും ആഗമസാരം. ഇതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് ഗുരുവിന്റെ ഹോമമന്ത്രം. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് കുമാരനാശാൻ ഗുരുവിനെ വേദാഗമ സാരങ്ങൾ അറിഞ്ഞ ഗുരുവൻ താൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ അടുത്ത ഘട്ടമാണ് നമ്മൾ തേവാരപദികം എന്ന ഗുരുവിന്റെ കൃതിയിൽ ആദ്യ പദികമായ നായനാർ പദികം, അതിലെ ആദ്യ ശ്ലോകം, അതോടൊപ്പം തന്നെ അതിൻ്റെ ചെറിയൊരു സാരാംശ രൂപം അതും കൂടി വിശദമാക്കിക്കൊണ്ട് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതായിരിക്കും. നായനാർ പദികം ആദ്യ ശ്ലോകം. ജ്ഞാനോദയമീനാതുരുവേ നാമത്തിലാനർക്കതിയേ യാനോ നീയോ ആദിപരം യാതായി വിടുമോ പേജായേ തേനാർത്തില്ലൈ ചീരടിയാർ തേടും നാടാം അരുമാനോർ കോനേമാനീർ വിഴിപാകം കൊണ്ടായി നയിലാർ നായകമേ. നായനാർമാരെ സ്മരിച്ചുകൊണ്ട് തുടങ്ങുന്നു. നീ ജ്ഞാനോദയമാണ്. സകല നായനാർമാരുടെയും ജ്ഞാനത്തിന്റെ ഉദയം നിന്നിൽ നിന്നാണ്. അവരിൽ നിന്നും ഉദയം ചെയ്ത ജ്ഞാനത്തിന്റെ അന്തസാരവും നീ തന്നെ. തേവാരപദികത്തിൽ നായനാർ പദികത്തിന്റെ ശ്ലോകത്തിന്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷനാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഉദയം ചെയ്ത ജ്ഞാനത്തിന്റെ അന്തസാരവും നീ തന്നെ എന്ന് പറയുമ്പോൾ അപ്പോൾ നീ മറ്റൊന്നല്ല, ഉപനിഷത്തുകൾ സിദ്ധാന്തിക്കുന്ന ബ്രഹ്മസത്യമാണ്. ഇങ്ങനെ ശിവരഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ ആദിമമായ ആ പരമസത്യം ശിവനാണ് അഥവാ നീയാണ് എന്ന് പറഞ്ഞാലും ഞാനാണ് എന്ന് പറഞ്ഞാലും അർത്ഥം ഒന്നു തന്നെ. നീയാണ് ആ പരമസത്യം എന്ന അർത്ഥത്തിൽ ബ്രഹ്മത്തെയും, ഞാനാണ് ആ പരമസത്യം എന്ന അർത്ഥത്തിൽ ആത്മാവിനെയും സത്യമായി കാണുന്നു. ഇങ്ങനെ നീ തന്നെയാണ് ഞാൻ എന്ന് കണ്ടെത്തുന്ന അനുഭവത്തെ വേദാന്ത ശാസ്ത്രത്തിൽ ബ്രഹ്മാത്മൈക്യം എന്ന് പറയുന്നു. ആണവം, കർമ്മം, മായ എന്നീ മൂന്ന് മലങ്ങളിൽ നിറഞ്ഞ ശരീരവും ജീവനും ചേർന്ന ഞാനാകുന്ന സത്തയെ സംസാര ദുഃഖത്തിന്റെ ഇടയിൽപ്പെട്ട് നട്ടം തിരിയാതെ കാത്തുകൊള്ളണേ എന്ന പ്രാർത്ഥനയാണ് ഉടലിലും ഉയിരിലും വിശ്വത്തിലാകവെയും സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും പൊരുളായിരിക്കുന്ന നിന്നെ ഈ ജീവിതകാലം മുഴുവൻ വ്യർത്ഥമായി ജീവിച്ച് മരിക്കുന്നതിന് മുമ്പ് എനിക്ക് വെളിവാക്കി തരണേ. എന്നിൽ നിന്നും ഒരിക്കലും പിരിയാതെ കാത്തുകൊള്ളണമെന്ന് ആ ജ്യോതി സ്വരൂപനോട് സകല ജീവജാലങ്ങൾക്കും ദേവനായ പ്രപഞ്ചത്തെ മുഴുവൻ കോർത്തിണക്കി നിർത്തിയിരിക്കുന്ന പ്രകാശരൂപനോടുള്ള പ്രാർത്ഥനയാണ്. പൂവ് പോലെയുള്ള നിന്റെ അടികളെ പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഭക്തന്മാരുടെ ദുഃഖങ്ങൾ അകറ്റുന്ന നീ പൊന്നും രത്നവും മരതകവുമാണെന്നും പൂവും മധുവും പൂമ്പൊടിയായും മാനായും മയിലായും കുയിലായും വൻമലയായും പാറക്കെട്ടായും ഭൂമിയായും നീണ്ട് പരന്നു കിടക്കുന്നു. ഇങ്ങനെ ഓങ്കാരമായി ഉപനിഷത്തുകളുടെ എല്ലാം സാരമായി ഋഷിമാർക്കെല്ലാം രത്നമായിരിക്കുന്നവനോട് നന്മയുടെ മൂർത്തി രൂപത്തോടുള്ള പ്രാർത്ഥനയാണ് ആദ്യ പദികങ്ങളിൽ. ശിവനെ പരമസത്യമായും സകല ഭൂതങ്ങളുടെയും അന്തരാത്മാവായും പ്രതിപാദിക്കുന്ന ഒരു ആത്മീയ കൃതിയാണ് ഇത്, അതായത് തേവാരപദികം. ഇത് ഗുരുവിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ
ശിവൻ ഒരു വിഗ്രഹദേവനല്ല, മറിച്ച് സർവവ്യാപിയും സർവജ്ഞനുമായിരിക്കുന്ന അദ്വൈതപരമായ ഒരു പരബ്രഹ്മമാണ്. സർവവ്യാപിയും സർവജ്ഞനുമായിരിക്കുന്ന അദ്വൈതപരമായ പരബ്രഹ്മമാണ്. തിരയിലെ വെള്ളം എന്ന പോലെ സമസ്ത പ്രപഞ്ചത്തിലും പൊരുളായിരിക്കുന്ന സദ്വസ്തുവായിരിക്കുന്നത് ഉപനിഷത്തുകളെല്ലാം ഉദ്ഘോഷിക്കുന്ന ആത്മവസ്തു തന്നെയാണ്, ബ്രഹ്മസത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജ്യോതിസ്വരൂപനായും ജ്യോതിസുകൾക്കെല്ലാം ജ്യോതിസായും ജ്യോതിർലിംഗമായും ഭാവന ചെയ്യുന്നു. സിദ്ധാന്തത്തിന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ ശിവനും വേദാന്തത്തിന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ ബ്രഹ്മവുമാണെന്നും രണ്ടായാലും ഓങ്കാര പൊരുളാണെന്നും പറയുന്നു. ഓം എന്ന ഏക അക്ഷരം കൊണ്ട് അർത്ഥമാക്കുന്ന ആ പൊരുൾ ഒരേ സ്വർണം തന്നെ പല രൂപത്തിലുള്ള ആഭരണങ്ങളായി രൂപം പകരുന്നത് പോലെ പ്രപഞ്ചമായി രൂപം പകരുന്നു. ആ ഓം എന്ന ആ ഓങ്കാര പൊരുള് സ്വർണം, ഒരേ സ്വർണം പല ആഭരണങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്. ഒരു സ്വർണം, സത്യം സ്വർണം, പക്ഷേ നമ്മൾ കമ്മലായും മാലയായും അതിന്റെ രൂപം എന്ത് തന്നെയാണെങ്കിലും സത്യം ഒന്നാണ്, സ്വർണം. അതുപോലെ തന്നെ കൃതിയിൽ ശിവഭക്തി ആത്മസമർപ്പണമാണ്, ശരണം പ്രാപിക്കലാണ്. ഗുരുവിന്റെ ഭക്തി ഒരു വികാരം മാത്രമല്ല, കർമ്മബന്ധങ്ങളിൽ നിന്നും അജ്ഞാനത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നുമുള്ള വിടുതലാണ്. അതൊരു മോക്ഷത്തിന്റെ ജ്ഞാനപദം കൂടിയാണ്. ഇതിന്റെ അടുത്ത ഘട്ടമാണ് ശൈവ സിദ്ധാന്ത ദർശനം തേവാര പതിയങ്ങളിൽ. അതായത് ഒരു കമ്പയറാണ് ഇവിടെ. ശൈവ സിദ്ധാന്തം ദൈവം, ജീവൻ, ബന്ധനം എന്ന ത്രികോണ ഘടനയിൽ ലോകത്തെ മനസ്സിലാക്കുന്ന ഒരു തത്വചിന്തയാണ്. ഈ സിദ്ധാന്തം പതി അല്ലെങ്കിൽ ശിവൻ, പശു അല്ലെങ്കിൽ ജീവാത്മാവ്, പാശം അല്ലെങ്കിൽ ബന്ധനങ്ങൾ എന്നീ അടിസ്ഥാനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. തേവാരപതികങ്ങളിൽ ശിവൻ, സർവേശ്വരൻ, കൃപാസാഗരൻ എന്നീ രൂപങ്ങളിൽ പ്രത്യക്ഷനാകുന്നു. ജീവനെ ദൈവത്തോടടുപ്പിക്കുന്ന ഭക്തിപ്രയാണത്തെ ചിത്രീകരിക്കുന്നു. ശൈവ സിദ്ധാന്തം മോക്ഷത്തിന് മുഖ്യമായ മാർഗമായി ശിവകൃപയെയും ഭക്തിയെയും ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. തേവാരപതികങ്ങൾ ശിവജ്ഞാനത്തെ മോക്ഷത്തിന്റെ ഉന്നതാവസ്ഥയായി കാണിക്കുന്നു. ഇത് ശൈവ സിദ്ധാന്തത്തിലെ ശിവജ്ഞാനബോധം എന്ന സിദ്ധാന്തത്തോട് പൂർണ്ണമായും പൊരുത്തപ്പെടുന്നു. തേവാരപതികങ്ങൾ ശിവജ്ഞാനത്തെ മോക്ഷത്തിന്റെ ഉന്നതാവസ്ഥയായി കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ശൈവ സിദ്ധാന്തത്തിന്റെ ശിവജ്ഞാനബോധം എന്ന സിദ്ധാന്തത്തോട് പൂർണ്ണമായി ചേരുകയാണ്. അതായത് തേവാരപതികങ്ങളിൽ എന്താണോ അത് തന്നെയാണ് ശൈവ സിദ്ധാന്തത്തിലും അടങ്ങിയിരിക്കുന്നത് എന്നുള്ള ആ ഒരു റൂട്ടിലോട്ട് അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടിലോട്ട് നമ്മളെ എത്തിക്കുകയാണ്. തേവാരപതികങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്നതിനുപരിയായി ദൈവത്തോട് ആത്മീയ ഐക്യം നേടുവാനാണ് ശ്രമിക്കുന്നത്. ശിവനെ സ്നേഹിക്കുന്നതിലൂടെ ജീവൻ ശിവനായി തീരുന്നു. ഇത് ശൈവ സിദ്ധാന്തത്തിലെ ശിവസായുജ്യത്തിന്റെ ഭക്തിപരമായ വ്യാഖ്യാനമാണ്. ശിവനെ സ്നേഹിക്കുന്നതിലൂടെ ജീവൻ ശിവനായി തീരുന്നു. ഇത് ശൈവ സിദ്ധാന്തത്തിലെ ശിവസായുജ്യം, ആ ശിവസായുജ്യത്തിന്റെ ഭക്തിപരമായ വ്യാഖ്യാനമാണ്. ശൈവ സിദ്ധാന്തത്തെ തേവാരത്തിന്റെ ശൈലിയിലാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും ശൈവ സിദ്ധാന്തവും തേവാരവും രണ്ടല്ല, ഒന്നാണ്. എല്ലാത്തിലും ഒന്നിനെ കാണുന്നവരാണ് മഹാഗുരുക്കന്മാർ. തേവാരങ്ങൾ ഭക്തിയിലൂന്നിയ ജൈവസാഹിത്യമായിരിക്കുമ്പോഴും അതിൽ ശൈവ സിദ്ധാന്തത്തിന്റെ ദാർശനികമായ മുഴുവൻ ഘടകവും അടങ്ങിയിരിക്കുന്നു. ഇതിനാൽ തേവാരപതികങ്ങൾ ശൈവ സിദ്ധാന്തത്തിന്റെ പ്രാചീന കാലത്തെ ഭക്തിപരമായ പ്രതിപാദനമാണ്. അതായത് ജൈവസാഹിത്യം ആയിരിക്കുമ്പോഴും ശൈവ സിദ്ധാന്തത്തിന്റെ ദാർശനികമായ മുഴുവൻ ഘടകവും അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തേവാരപതികങ്ങൾ ശൈവ സിദ്ധാന്തത്തിന്റെ
പ്രാചീന കാലത്തെ ഭക്തിപരമായ പ്രതിപാദനമാണ്. ആത്മാർത്ഥമായ ഒരു ശ്രമമായിരുന്നു ശ്രീ മഹിജയുടെ ഈ ഒരു പ്രബന്ധം. ശൈവദർശനം എന്ന് പറയുന്ന വളരെ വളരെ വിസ്താരമേറിയ ഒരു വിഷയത്തെ ഒരു ചെപ്പിലടച്ച് ശിമയിലടച്ച് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അതിന് തന്നെ നിശ്ചയമായിട്ട് അഭിനന്ദിക്കണം ശ്രീമതി മഹിജയെ. വളരെ അതിനകത്ത് വളരെ കൃത്യമായിട്ട് ശൈവ സിദ്ധാന്തങ്ങളെ കുറിച്ച് പറയുക, അതിൽ ഇതിന് സമാനമായിട്ട് തമിഴിലുള്ള കഥകളായിട്ടുള്ള ഇതിന് മുന്നാടി ഉണ്ടായിരുന്ന കഥകളായിട്ടുള്ള തേവാരങ്ങൾ ജ്ഞാനസമുദ്രയുടെയും സുന്ദരയുടെ അപ്പൻ്റെ കഥകളെ കുറിച്ച് പറയുക, അതിൽ ഈ ശിവയോഗികളെ കുറിച്ച് പ്രധാന അയ്യനാരെ കുറിച്ച് പറയുക. എനിക്ക് ഉപരി ഓമിത്യേകാക്ഷരത്തിന് പൊരുൾ തന്നെയാണ് ഇതിൽ പറയുന്ന ശിവൻ എന്ന് കണ്ടെത്തുക. അങ്ങനെ ഒഴിവൊടുക്കത്തിൽ പറയുന്ന പശുപതി പാശം എന്ന സിദ്ധാന്തമുണ്ട്. പശുപതി പാശം, ആ ഒഴിവൊടുക്കത്തെ കുറിച്ച് പേര് പറയാതെയാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് റെഫർ ചെയ്യുക എന്നതൊക്കെ നിശ്ചയമായിട്ട് വലിയ കാര്യം തന്നെയാണ്. ഈ ശിവൻ എന്ന് പറയുന്നത് നമ്മുടെ പടങ്ങളിൽ നമ്മൾ കാണുന്ന ശിവനല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 33 മുമ്മൂർത്തികൾ ഭേദമറ്റ് കൽപ്പിത ദ്വൈത പ്രപഞ്ചമാം കാനർ കമലമറ്റ് മുപ്പൊരുളറ്റ് മുപ്പാരറ്റ് മുത്തുകൾ മുണ്ടുമറ്റ് ഉൾപ്പെടും കുരുമണിക്കോവ് ആണ് ശിവൻ. 33 ദേവകൾ സങ്കല്പങ്ങളെല്ലാം അറ്റുപോയിട്ട് എല്ലാം അത് മുക്തികൾ പോലും 3 മുക്തികൾ മറ്റ് എല്ലാവരും മറ്റും മൂർത്തികൾ 3 ത്രിമൂർത്തികൾ ഭേദം മറ്റ് കർപ്പിത ദ്വൈത പ്രപഞ്ചമാം കാനർ കമലം. ഈ നമ്മളിങ്ങനെ ഡെസേർട്ടിലൂടെ മരുഭൂമിയുടെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന മിറാഷ് ഉണ്ടല്ലോ, മരുമരീചിക, അതിൽ നമ്മൾ കാണുന്ന ജലമാണ്. ദൂരെ നിന്ന് തളർന്ന് ക്ഷീണിച്ച് വരുമ്പോൾ കാണുന്ന ജലമാണ്. ആ ജലത്തിലൊരു താമര കൂടി വെള്ളമെടുക്കുകയാണെങ്കിൽ എന്ത് മനോഹരമായിരിക്കും കാഴ്ച, നമ്മുടെ മനസ്സിന് സന്തോഷമായിരിക്കും. അങ്ങനെ ഉള്ള കാനൽ ജലത്തിൽ വിടുന്ന താമര പോലെയുള്ളൂ ഈ ദ്വൈത പ്രപഞ്ചമാണ്. കാനർ കമലമാണത്. കാനൽ ജലത്തിൽ വിടുന്ന താമര എത്ര അസംബന്ധമാണ്, എത്ര വിഡ്ഢിത്തമാണത് എന്നാണ്. അതെങ്ങനെയാണ് നമ്മൾ കൽപ്പിച്ചുണ്ടാക്കുന്ന കാനൽ ജലത്തിൽ വിടുന്ന താമര. ആ താമരയും ഇല്ലാതെയായി, കാനൽ ജലം തന്നെ ഇല്ലാതെയായി നമ്മൾ നിൽക്കുന്നത് മരുഭൂമിയിലാണ് മനസ്സിലാക്കുന്ന അവസ്ഥയായിട്ട്. അങ്ങനെയൊക്കെ വരുമ്പോ അതെല്ലാം കഴിഞ്ഞ് എന്റെ മുന്നിൽ വരുന്ന ഗുരുവാണ്. ആ ഗുരുവാണ് കുരുമണിക്കോവ് എന്ന് ഗുരു പറയുന്നത് മഹാദേവൻ തന്നെയാണ്. എന്റെ ഗുരുനാഥനായിരിക്കുന്ന മഹാദേവൻ, ആ കുരുമണിക്കോവ് എൻ കുലദൈവമേ, അതാണ് ഒരു കുലദൈവം. ഈ പറയുന്ന ശിവൻ എന്റെ ശിവദർശനം അതാണ്. ശിവനെ കുറിച്ച് സങ്കല്പം അതാണ്. ഈ പശുപതി പാശം എന്ന് ശ്രീ മഹിജാവനോട് പറഞ്ഞില്ലേ, ഒഴിവെടുക്കത്തിൽ ജ്ഞാനസമുദ്രം പറഞ്ഞ പശുപതി പാശത്തിലെ പശുവാണ് ഞാനെന്ന് തിരിച്ചറിയുന്ന ഈ പാശമെല്ലാം മറ്റുപോയി കഴിയുമ്പോൾ ഞാനും അതും മാത്രമുള്ള, ഞാനും എൻ്റെ പശുവും പതിയും മാത്രമല്ല, ഒടുവിൽ പശു തന്നെ പതിയിൽ ചെന്ന് ചേരുന്ന അവസ്ഥ. പിന്നെ ആരുമില്ല, പതി മാത്രമേ ഉള്ളൂ, പശുവില്ല. ആ പതിയാണ് ഈ ശിവൻ എന്ന് പറഞ്ഞു വെച്ച ഈ പ്രബന്ധത്തിൽ വളരെ സന്തോഷമുണ്ട്. വളരെ നന്നായി. ഇനി വരുന്നത് വളരെ മനോഹരമായ മറ്റൊരു പ്രബന്ധമാണ് ഡോക്ടർ സുഭാഷിന്റെ തേവാരപദയങ്ങൾ തന്നെയാണ് വിഷയം. പക്ഷേ തേവാരപദയങ്ങൾ എന്ന കൃതിയെ മറ്റൊരു ആംഗിളിൽ കൂടി നോക്കുകയാണ്. തേവാരപദയങ്ങളുടെ സ്വരൂപ സംരചനയും അതിലെ തമിഴ് ദർശന സമന്വയവുമാണിത്. വളരെ ടഫായൊരു വിഷയമാണിത്. കാരണം തേവാരപദയങ്ങൾ എന്ന് പറയുന്നത് ഈ ഒന്നാന്തരം ഒരു കാവ്യം കൂടിയാണ്. It's a literary piece of work, piece of literary work which excels all other works. മറ്റുള്ള കൃതികളെല്ലാം ഈ തേവാരപദയങ്ങൾ ചൊല്ലുകയും, ഇപ്പൊ മഹിജാന്തി മനോഹരമായി ചൊല്ലി നമ്മൾ കേട്ടില്ലേ, തേവാരപദയങ്ങൾ ചൊല്ലുമ്പോൾ വേറെ ഏതെങ്കിലും ചൊല്ലിയാൽ മിക്കവാറും തേവാരപദയങ്ങളായിരിക്കും ആളുടെ ശ്രദ്ധ നിൽക്കുക. അത്ര മനോഹരമായി പദങ്ങൾ മനോഹരമായി തിരഞ്ഞെടുക്കുകയും അളന്ന് തൂക്കി ഉപയോഗിക്കുകയും ചെയ്ത പദ ഗുണം കൊണ്ടും ശയ്യാഗുണം കൊണ്ടും ഈ പദങ്ങൾ കോർത്തിണക്കിയിരിക്കുന്ന സംസ്കൃത ശയ്യാഗുണം എന്ന് പദങ്ങൾ അടുക്കിയിരിക്കുന്ന ഭംഗിക്ക് ശയ്യാഗുണം കൊണ്ടും അതിന്റെ സംഗീതാത്മകത കൊണ്ടും നാദ്യദീർഘത, സംഗീതാത്മകത, വികാര തീവ്രതയൊക്കെയാണ് ഭാവഗീതത്തിന് വേണ്ട ലക്ഷണമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് മൂന്നും ഒത്തിണങ്ങിയ ഒരു കൃതിയാണ്. അതിൻ്റെ സ്വരൂപ സംരചനയും അതിനേക്കാൾ ടഫായിട്ട് വളരെ വിഷമമുള്ള ഒരു കാര്യം അതിലെ തമിഴ് ദർശനങ്ങളുടെ സമന്വയവുമാണ്. ഈ തമിഴ് സമന്വയം ഗുരു തന്നെ അതിനകത്തെ ഒരു ശ്ലോകത്തിൽ ഏതാണ്ട് 5-ാം പദ്യത്തിലെ അവസാനത്തെ ശ്ലോകത്തിൽ തൊട്ട് മുമ്പ് അദ്ദേഹം വ്യക്തമായിട്ടുണ്ട്. ചിർച്ചടമറ്റ് ചെറുന്തിലങ്കിച്ചതജത്തുമറ്റ്
പർപ്പല കാഴ്ചത്തുകളറ്റ് ബന്ധ നിർബോധമറ്റ് ശർക്കരയും ചുവ പോൽ അൻപരിൽ ഉള്ളം കവർന്നു നിൽക്കും ഈ തന്മയുള്ളൊരു ദൈവതം என்றுം നമുക്കുള്ളതേ. ചിത്തും ജഡവും എന്നുള്ള വ്യത്യാസമറ്റ്, സത്തും അസത്തുമുള്ള വ്യത്യാസമറ്റ്, പല പല കാഴ്ചകളുണ്ടല്ലോ, അതിനൊക്കെയുള്ള ഭ്രമങ്ങളെല്ലാം മറ്റ്, ബന്ധവും മോക്ഷവും മറ്റ്. ആലോചിച്ച് നോക്കൂ, മോക്ഷമാണ് ഏറ്റവും വലിയ സങ്കല്പം എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നതൊക്കെ. ഗുരു പറഞ്ഞത് അതുപോലും പോകണം എന്നാണ്, അത്ര സങ്കല്പങ്ങൾ പോകണം, അതുപോലും പോകണം എന്നാണ് ഗുരു പറഞ്ഞത്. ബന്ധവും മോക്ഷവും ഒക്കെ ആയിട്ട് ഈ അൻപരുടെ, സ്നേഹമുള്ളവരുടെ, വേണ്ടപ്പെട്ടവരുടെ എല്ലാവരുടെയും അർത്ഥം എല്ലാവരുടെയും ഉള്ളം കവർന്നു നിൽക്കുന്ന ഈ തനിമയുള്ള സങ്കല്പമാണ് ദർശനമാണ് ദർശനം. എങ്ങനെ? അതാണ് ഇതിനിടയ്ക്ക് പറഞ്ഞത്. ശർക്കരയും ചുവയുപോൽ, ശർക്കരയുടെ സ്വാദ് പോലെ. ശർക്കര പോലെയല്ല, ശർക്കരയുടെ സ്വാദ് പോലെ. അതെങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? പറഞ്ഞു കൊടുക്കാനേ വേണ്ടില്ല, അനുഭവിച്ച് തന്നെ അറിയണം. അത് അനുഭൂതിയാണ്. ആ അനുഭൂതിയാണ് ഗുരുവിന്റെ ദർശനം, ശൈവ ദർശനം എന്ന്. അതിനെക്കുറിച്ചാണ് സുഭാഷ് പറയാൻ പോകുന്നത്. സുഭാഷ് ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ ഗുരുവിന്റെ എല്ലാ അവതരിപ്പിച്ചു വരുന്ന സുഭാഷ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഗുരുവിന്റെ ഈ കൃതിയെക്കുറിച്ച്, അതിന്റെ സംരചന, വേദത്തെ കുറിച്ചിട്ട്, അതിൽ വന്നിരിക്കുന്ന തമിഴ് ദർശനങ്ങളുടെ സമന്വയത്തെ കുറിച്ചൊക്കെ പറയും ഡോക്ടർ ആർ സുഭാഷ്.